നമസ്കാരം. മാർക്കറ്റ് തുറക്കാൻ ഇനി അധികം സമയമില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ അവസ്ഥയെന്താ? അടുത്ത കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ നമുക്കതൊന്ന് വേഗത്തിൽ നോക്കാം. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമുണ്ട്. മാർക്കറ്റ് ഇന്നെങ്ങോട്ടാണ്? മുകളിലേക്കാണോ? അതോ ഒന്ന് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണോ? സത്യം പറഞ്ഞാൽ കിട്ടുന്ന സിഗ്നലുകൾ വെച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റമൊന്നുമില്ലാതെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതായത് വിപണിയിൽ മൊത്തത്തിലൊരു ജാഗ്രതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മങ്ങിയ തുടക്കം? ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ ഒരേ സമയം മുകളിലേക്കും താഴേക്കും വലിക്കുന്ന കുറച്ച് ശക്തികളുണ്ട്, ഒരു വടംവലി പോലെ. നോക്കൂ, ഈ വടംവലിയുടെ ഒരു സൈഡിൽ ആരാണെന്നറിയോ? വിദേശ നിക്ഷേപകരാണ്. അവരെ തുടർച്ചയായി പണം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിലും ഈ വിൽപ്പന തുടർന്നപ്പോൾ അത് മാർക്കറ്റിൽ നല്ലൊരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ താഴോട്ട് വലിക്കുന്ന ഒരു ഘടകം. പക്ഷേ മറുവശത്ത് ഒരു നല്ല വാർത്തയുണ്ട്. നമ്മുടെ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ, ഒരുവിധം കൺട്രോളിലാണ്. നവംബറിലെ കണക്കുകൾ കണ്ടിട്ട് റിസർവ് ബാങ്ക് ഒരുപക്ഷേ പലിശ നിരക്ക് കുറയ്ക്കുമോ എന്നൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് മാർക്കറ്റിനൊരു വലിയ ബൂസ്റ്റ് നൽകും. ശരി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും കഥയല്ല. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം നമുക്ക് നമ്പറുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ട്രേഡർമാരൊക്കെ ഇന്ന് കണ്ണു നട്ടിരിക്കുന്ന ആ പ്രധാന ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സപ്പോർട്ട്, അതായത് മാർക്കറ്റ് താഴോട്ട് വീഴാതെ പിടിച്ചു നിർത്താൻ സാധ്യതയുള്ളൊരു ലെവൽ. അത് ഏകദേശം 26,046-ലാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി, റെസിസ്റ്റൻസ്. 26,050 മുതൽ 26,300 വരെയുള്ള ഒരു സോൺ. അതൊരു വലിയ മതിൽ പോലെയാണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ മതിൽ പൊളിക്കാൻ പറ്റിയാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് 26,500-ലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കളി മുഴുവൻ ഈ ലെവലുകളെ ചുറ്റിപ്പറ്റിയായിരിക്കും. ഓക്കെ, ഇന്നത്തെ ഈ ടെൻഷനൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നോക്കിയാലോ? ഒരു ലോങ് ടേം വ്യൂ. വലിയ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ മാർക്കറ്റിന്റെ ഭാവിയെപ്പറ്റി എന്താ പറയുന്നത്? ഇപ്പോൾ സിറ്റിയുടെ കാര്യമെടുക്കാം. അവരുടെ പ്രവചനമനുസരിച്ച് ഡിമാൻഡൊക്കെ തിരിച്ചു വരുന്നതോടെ 2026 അവസാനമാകുമ്പോഴേക്കും നിഫ്റ്റിയിൽ ഒരു 10% മുന്നേറ്റം പ്രതീക്ഷിക്കാം എന്നാണ്. അപ്പോൾ ലോങ് ടേമിൽ നല്ല പ്രതീക്ഷയുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി ICICI ഡയറക്റ്റിന്റെ കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. അവർ പ്രവചിക്കുന്നത് ഇതിലും വലിയൊരു മുന്നേറ്റമാണ്. 2026-ഓടെ നിഫ്റ്റി 30,000 എന്ന മാന്ത്രിക സംഖ്യ തൊടുമെന്നാണ് അവർ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഇന്നത്തെ ഈ ചെറിയ ആശങ്കകളും ആ ഒരു വലിയ പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു നാൽക്കവലയിൽ നിൽക്കുന്നത് പോലെയാണ്. കുറച്ചു കാലത്തേക്കുള്ള ചെറിയ പേടിയും, എന്നാൽ ദൂരേക്ക് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയും. ഈ 2 കാര്യങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് തുറക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഇതാണ്: ഈ ചെറിയ കാലത്തെ ആശങ്കകൾ മാറി ആ വലിയ പ്രതീക്ഷകൾക്ക് വഴിമാറുമോ? കാത്തിരുന്ന് കാണാം, അല്ലേ?